നമസ്കാരം. മീട്ടുത്തത്തയെ രക്ഷപ്പെടാൻ സഹായിക്കാമോ? ഒരു ബാല്യകാല ഓർമ്മയാണ് ഇന്നത്തെ സെയിലിംഗ് കമന്ററിക്ക് ആധാരം. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ആകെ വായിക്കാൻ കിട്ടുന്ന മലയാളത്തിലെ കുട്ടികളുടെ ഒരു മാസികയാണ് ബാലരമ. ബാലരമ ഇറങ്ങി കുറെ കാലം കഴിഞ്ഞിട്ടാണ് പിന്നെ ബാലഭൂമി വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ബാലമംഗളം വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ പ്രായം ബാലരമയിലൂടെ അങ്ങ് കടന്നുപോയി. ആ ഇപ്പോഴത്തെ കുട്ടികൾ ഇതൊക്കെ വായിക്കുന്നുണ്ടോയെന്ന് അറിയില്ല. അവരതിനേക്കാൾ മികച്ച സാധനങ്ങൾ സോഷ്യൽ മീഡിയയിൽ വായിക്കുകയായിരിക്കും. ഈ ബാലരമയിൽ എപ്പോഴും പലർക്കും ഓർമ്മ ഉണ്ടാവുമല്ലോ, ഈ കോളങ്ങൾ ചേർത്ത് വെച്ചിട്ട് വഴി കണ്ടുപിടിക്കുക എന്നൊക്കെ പറയുന്ന ചില കളികളുണ്ട്. വീട്ടുതത്ത, ഒരു തത്തയെ ഒരു കൂട്ടിലിട്ടിരിക്കുന്നു. അപ്പോൾ അതിനെ രക്ഷപ്പെടാൻ നമ്മളിങ്ങനെ വരച്ച് ഈ കോളങ്ങളിലൂടെ ഒരു വഴി കാണിച്ചു കൊടുക്കണം. അങ്ങനെ നേരം പോകുന്ന ചില പാഠങ്ങളൊക്കെ നൽകുന്ന ചില കഥകൾ ബാലരമയിൽ വായിച്ച ഓർമ്മ, അത് ചെയ്ത് വരച്ചു കൊടുത്ത ഓർമ്മയൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. നമ്മുടെ റോഡ് ഞങ്ങളിങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ട്രക്ക് പുറത്തോട്ട് പോകാനുള്ള വഴി കണ്ടുപിടിക്കാമോ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ഇന്നലെ 2-3 സുഹൃത്തുക്കൾ അയച്ചു തന്ന കൂട്ടത്തിൽ കൃത്യമായും പോർട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ട്രക്ക് എങ്ങനെ NH-ലെത്തുന്നു, NH-ന്ന് നേരെ തിരുവനന്തപുരം ഭാഗത്തോട്ട് പോകുന്നു, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അതൊരു യൂട്ടേൺ എടുത്ത് തമിഴ്നാട് ഭാഗത്തോട്ട് പോകണം. അങ്ങനെയുള്ള ഒരു റോഡ് കണക്ട് ചെയ്തില്ലെങ്കിലും ജനങ്ങൾ കണക്ട് ചെയ്തു, സെയിലിംഗ് കമന്ററി കണക്ട് ചെയ്തു. അങ്ങനെയുള്ള ഒരു ദിവസം ഇനി ഇതെന്നാണ് ഔദ്യോഗികമായി കണക്ട് ചെയ്ത് ഔദ്യോഗികമായി വേണമെങ്കിൽ ഇന്നൊരു ട്രക്കിന് കടന്നു പോകാം, പക്ഷെ ചെയ്യില്ല. കാരണം വേറെ ചില അജണ്ടകളുണ്ടല്ലോ. അജണ്ടകൾ അച്ചാരം വാങ്ങിയിരിക്കുന്നതിന് വാക്ക് പാലിക്കണമെങ്കിൽ ഇനിയും നീട്ടിക്കൊണ്ടു പോകണം. ഇന്ത്യ മഹാരാജ്യത്ത് ഒരു പ്രോജക്റ്റ് എത്രത്തോളം നീട്ടാൻ കഴിയും എന്നുള്ളതിന്റെ തെളിവാണ് നമ്മുടെ തുറമുഖം. അതിനേക്കാൾ കൂടുതൽ ഏതെങ്കിലും പ്രോജക്റ്റ് നീണ്ടു പോയിട്ടുണ്ടെങ്കിൽ പ്രേക്ഷകർക്ക് ഒരു കുറിപ്പിടാം. 30-33 വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പോഴും ഗേറ്റ് തുറക്കുന്നില്ല. അപ്പൊ ഇപ്പൊ 35-36 വർഷമായിട്ടുണ്ട് നീട്ടിക്കൊണ്ടുപോകൽ. ഇനിയും അതാണ് ഞാൻ പറഞ്ഞത്, ചിലരിൽ നിന്ന് അച്ചാരം വാങ്ങിയിരിക്കുന്നതിന്റെ പ്രത്യുപകാരം ചെയ്യണമെങ്കിൽ ഗേറ്റ് തുറക്കാൻ പാടില്ല. അതേസമയത്ത് ഈ ഗേറ്റ് തുറക്കാത്തതിന്റെ തിക്താനുഭവങ്ങൾ, ദുരിതങ്ങൾ നമ്മുടെ വ്യവസായ സമൂഹം അനുഭവിക്കുകയാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള കോയമ്പത്തൂർ, തിരുപ്പൂർ, അവിടെ നിന്നൊരു റിപ്പോർട്ട് വരുന്നു. ഫ്രം മൺഡേ വി ഹാവ് റെഡ്യൂസ്ഡ് അവർ പ്രൊഡക്ഷൻ ബൈ 50%. ഈ കഴിഞ്ഞ മൺഡേ, ഇന്നിപ്പോ ശനിയാണല്ലോ, കഴിഞ്ഞ മൺഡേ മുതൽ ഞങ്ങളുടെ ഉൽപാദനം 50% കുറച്ചു. ഞങ്ങളെന്ന് പറയുന്ന ആരാണ്? നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കണക്കാണ്. അറൌണ്ട് 2.5 lakh പവർ ലൂംസ്, 2.5 ലക്ഷം. കേരളത്തിന് ഇതൊന്നും. അറൌണ്ട് 2.5 lakh പവർ ലൂംസ് ഓപ്പറേറ്റ് ഇൻ തിരുപ്പൂർ ആൻഡ് കോയമ്പത്തൂർ ആൻഡ് അബൌട്ട് 10 million meters. 1 കോടി മീറ്റർ, 10 million meters. 1 കോടി മീറ്റർ എപ്പോഴാണ്? ഒറ്റ ദിവസം 10 million meters of cotton grey fabric were being produced per day. ഒരു ദിവസം 1 കോടി മീറ്റർ നീളത്തിലുള്ള കോട്ടൺ ഗ്രേ ഫാബ്രിക് ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശമാണ് നമ്മുടെ കോയമ്പത്തൂരും തിരുപ്പൂരും. അവിടെ ആ 1 കോടി എന്നുള്ളത് ഇപ്പോൾ 50 ലക്ഷമായിട്ട് കുറച്ചു. അതാണ് 50% എന്ന് പറയുന്നത്. 50 ലക്ഷമായിട്ട് അവർ കുറച്ചു. എന്താണ് കാരണം? The primary reason is that our buyers in Africa and other countries have temporarily suspended fabric imports due to the prevailing war. ഗൾഫ് യുദ്ധമാണ് കാരണം. എവിടെയൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നത് എന്നുള്ളതാണ്. ഓരോ മേഖല അവരവരുടെ കഥകൾ, അവരവരുടെ ദുരിതങ്ങൾ പുറം ലോകത്ത് അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. യുദ്ധം കാരണം the primary reason is that our buyers in Africa, നമ്മൾ യൂറോപ്പ് മാത്രമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പൊ ആഫ്രിക്ക പോലും ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്നുണ്ട്. അവര് ആ വാങ്ങൽ കുറച്ചിരിക്കുന്നു. അതുകൊണ്ട് ഉൽപാദനം 50% കുറച്ചു. ഇൻ അഡീഷൻ ദ ഫാബ്രിക് ദാറ്റ് യൂസ് ടു ടേക്ക് അബൌട്ട് 45 days, ഇപ്പൊ തന്നെ 45 ദിവസമാണ് എടുക്കുന്നത്. നമ്മുടെ തുറമുഖം ഇല്ലാത്ത സമയത്ത് തന്നെ 45 ദിവസം എടുത്തിരുന്നത്. യുദ്ധം കാരണം എന്ത് സംഭവിച്ചു? ടു റീച്ച് ദ യൂറോപ്യൻ മാർക്കറ്റ് now takes 80 days. 80 ദിവസം എടുക്കുന്നു. ഇപ്പോ
നേരത്തെ 45 ദിവസം എടുത്തിരുന്നത് ഇപ്പൊ 80 ദിവസം എടുക്കുന്നു. നമ്മുടെ തുറമുഖത്ത് നിന്ന് പോകുന്ന കപ്പൽ എത്രയാണ്? 25 ദിവസം. യൂറോപ്പിലോട്ട് പോകാൻ പരമാവധി 25 ദിവസം. ആ 25 സമയത്ത് തന്നെയും ഇവിടെ എത്രയാണ്? 45 ദിവസം. ഇപ്പോൾ അത് 80 ദിവസം. ഗേറ്റ് തുറക്കരുത്. നിങ്ങൾ ഒരു കാരണവശാലും ഗേറ്റ് തുറക്കരുത്. തുറന്നാൽ ഇവിടുത്തെ വ്യവസായികളും വ്യാപാരികളും ഇവിടുത്തെ ഇൻക്ലാബ് സിന്ദാബാദ് വിളിക്കുന്ന തൊഴിലാളികളും, കോയമ്പത്തൂർ 1ാം തരം ട്രേഡ് യൂണിയൻ മേഖലയാണ്, ഇടതുപക്ഷത്തിന്റെ കുത്തക കേന്ദ്രങ്ങളിൽ ഒന്നാണ് തിരുപ്പൂരും കോയമ്പത്തൂരും. ആ തൊഴിലാളികൾ രക്ഷപ്പെടാൻ വേണ്ടി ഇപ്പൊ 50% അവിടുത്തെ ഉത്പാദനം കുറച്ചു എന്ന് പറഞ്ഞാൽ നേരെ അവരുടെ 50% കൂലിയിൽ കുറവുണ്ടായി, അല്ലെങ്കിൽ 50% തൊഴിലാളികളെ പിരിച്ചുവിട്ടു, ലേ ഓഫ് ചെയ്തു. വിപ്ലവം ഇങ്ങനെയാണ് നമ്മൾ നടത്തേണ്ടത്. ഞാൻ ക്യൂബയുടെ ഒരു യാത്രാ വിവരണം സാമൂഹ്യ മാധ്യമങ്ങളിൽ ആരോ അവതരിപ്പിക്കുന്നുണ്ട്. അക്ഷരാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇനി അധികാരത്തിൽ വരണം, എങ്കിലേ കേരളം പാതാളത്തിലോട്ട് പോവുകയുള്ളൂ. Moreover, payments from foreign buyers are currently being delayed significantly. മനസ്സിലാകുന്നുണ്ടല്ലോ ഒരു തുറമുഖം വരുന്നതുകൊണ്ടുള്ള മെച്ചം എന്താണെന്ന്. നേരിട്ട് അവരുടെ പേയ്മെന്റ് വരെ താമസിക്കുന്നു. ഈ 45 ദിവസം എന്നുള്ളത് 80 ദിവസമാകുമ്പോൾ പേയ്മെന്റിന്റെ ആ ഒരു ബിസിനസ് സൈക്കിൾ പൂർത്തിയാക്കാൻ വൈകുന്നതനുസരിച്ച് ഇവിടുത്തെ ഉൽപാദകർക്ക് പേയ്മെന്റ് കിട്ടുന്നതും താമസിക്കുന്നു. അപ്പോൾ നമ്മുടെ തുറമുഖം എത്രത്തോളം ഈ രാജ്യത്തെയും ഈ രാജ്യത്തെ വ്യവസായികളെയും സഹായിക്കുന്നു എന്നുള്ളതിന് ഏറ്റവും നല്ല തെളിവ് അവിടെയുള്ള ട്രേഡ് യൂണിയന്റെ അസോസിയേഷൻ, അവിടുത്തെ കമ്പനികളുടെ അസോസിയേഷൻ, തൊഴിലാളികളുടെ അല്ല കമ്പനികളുടെ അസോസിയേഷൻ വ്യക്തമാക്കുന്നു. Moreover, payments from foreign buyers are currently being delayed significantly. വലിയ തോതിൽ കാലതാമസം വരുന്നു. അപ്പോൾ നമ്മുടെ ഗേറ്റ് തുറന്നാൽ ആർക്കൊക്കെയാണ് ഗുണം? ഇവിടുത്തെ അടിസ്ഥാന ഇൻക്ലാബ് വിളിക്കുന്ന തൊഴിലാളിക്ക് വരെ ഗുണം കിട്ടുന്ന ഒരു കാര്യത്തെ ഇല്ലാതാക്കുന്നതാണ് ശ്രീ പിണറായി വിജയൻ ഇവിടെ ചെയ്ത രാജ്യസേവനമെന്ന് അടിവരയിട്ട് നമ്മൾ പറയേണ്ടി വരുന്ന തെളിവാണ് കോയമ്പത്തൂരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഇനി ഡോക്ടർ കോശി ഇടിക്കുള, അദ്ദേഹം ചെങ്ങന്നൂരിൽ നിന്ന് പാലക്കാട് വരെ ഒരു യാത്ര നടത്തിയതിനിടയ്ക്ക് ഒരു 10-12 കണ്ടെയ്നറുകളുടെ ഫോട്ടോ അയച്ചു. ഒരെണ്ണം നേരത്തെ അവതരിപ്പിച്ചിരുന്നു, ഇന്തോനേഷ്യയിൽ നിന്നുള്ള ആദ്യത്തെ കണ്ടെയ്നർ എന്ന് പറഞ്ഞ് അവതരിപ്പിച്ചത്. ഞാൻ ബാക്കിയൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇന്നത്തെ കഥയ്ക്ക് യോജിച്ചതാണ്. കൊച്ചിയിൽ നിന്നാണ് പോകുന്നത്. കൊച്ചിയിൽ നിന്ന് 12/4 എന്ന് പറഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞിട്ട്, ഒരു ദിവസം കഴിയുമ്പോൾ ആണ് പുറപ്പെടുന്നത്. എങ്ങോട്ടാണ് പോണത്? നേരെ മുണ്ട്രയിലോട്ടാണ് വെച്ച് പിടിക്കുന്നത്. ആഫ്രിക്കയിലോട്ട് പോകേണ്ടതാണ്, അങ്കോളയിലോട്ട് പോകേണ്ടതാണ്. അങ്കോളയിലെ ലുവോണ്ട, ഈ തിരുപ്പൂരിലതാണോ എന്നറിയില്ല. എന്തായാലും കൊച്ചിയിൽ നിന്ന് നേരെ, മാപ്പ് കണ്ടല്ലോ, കൊച്ചിയിൽ നിന്ന് നേരെ മുണ്ട്രയിൽ നിന്ന് ആഫ്രിക്ക ചുറ്റി പോയിന്റ് നൊയറെ എന്ന് പറയുന്ന കോങ്കോയിലെ പോർട്ട്, അത് കഴിഞ്ഞ് അങ്കോളയിലെ ലുവോണ്ട പോർട്ട്. 53 ദിവസമാണ്. തിരുപ്പൂരുകാർ പറഞ്ഞ കള്ളമല്ലല്ലോ, 53ാം ദിവസമാണ് എത്തുന്നത്. ഇവിടെ നിന്ന് മിക്കവാറും വെസ്റ്റ് ആഫ്രിക്കയിലോട്ട് കപ്പലുകൾ പോകുന്നത് പരമാവധി 18 ദിവസം, 16-18 ദിവസത്തിനകം എത്തുന്ന ഒരു ഡെസ്റ്റിനേഷനിൽ നമ്മുടെ ആഴക്കടൽ പോർട്ട് നൽകുന്ന സംഭാവനയാണ്. നമ്മുടെ ഇന്റർനാഷണൽ രാജ്യാന്തര പോർട്ട് നൽകുന്ന, നമ്മുടെ 33 വർഷം ചവിട്ടി പാതാളത്തിൽ വയ്ക്കാൻ തീരുമാനിച്ച പോർട്ട് ഇന്ന് ഒരു കണ്ടെയ്നർ എത്തിക്കുന്നത് നേരെ കിഴക്കേ പോകും റെയിൽ എന്ന് കേട്ടിട്ടുണ്ട്. നേരെ കിഴക്കേ പോയിട്ട് 53ാം ദിവസമാണ് അങ്കോളയിൽ എത്തിക്കുന്നത്. അപ്പൊ ഇതാണല്ലോ തിരുപ്പൂരുകാർ പറഞ്ഞത്. അവരുടെ കാർഗോ ഇപ്പൊ 80 ദിവസം എത്തിക്കുന്നതിന്റെ നേർ സാക്ഷ്യം നൽകുന്നത് ശ്രീ ഡോക്ടർ കോശി ഇടിക്കുളയാണ്. ഇതിൽ കൂടുതൽ തെളിവ് ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നവർ, രാജ്യത്തെ ചതിക്കുഴിയിൽ പെടുത്തി പാതാളത്തിലോട്ട് വിടുന്നവർ ഇവിടുത്തെ ഭരണകൂടമാണെന്ന് കൃത്യമായ തെളിവുകൾ നമുക്ക് ലഭിക്കുന്നു.